അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഈ പരമ്പരയിലെ അവസാനത്തെ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഹ്രസ്വമായ രീതിയിൽ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഹജ്ജ് കർമ്മത്തിൻ്റെ ഓരോ ദിവസങ്ങൾ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ദിവസവും നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ദുൽഹജ്ജ് 8-ാം തീയതിയാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് നാം ഉംറ കർമ്മം നിർവഹിച്ചിരിക്കും. ഇനി ദുൽഹജ്ജ് 8-ന്റെ പകലിലാണ് നമ്മൾ എത്തിയെങ്കിൽ പകലിലും നമുക്ക് ഉംറ നിർവഹിക്കാം. ഹജ്ജിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ അറഫയിൽ താമസിക്കൽ ദുൽഹജ്ജ് 9-നാണ്. ആ 9-ന് മുമ്പ് ഉംറ നിർവഹിക്കുവാനുള്ള സമയം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉംറ കർമ്മം നമുക്ക് ആ സമയത്തൊക്കെ നിർവഹിക്കാം. ദുൽഹജ്ജ് 8 യോമു തർവിയ മുതലാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. യോമു തർവിയയുടെ അന്നത്തെ ദിവസം നമുക്ക് ചെയ്യുവാനുള്ളത്, നമ്മൾ അന്ന് ഇഷ്റാഖോട് കൂടി മിനയിൽ എത്തിച്ചേരുകയും ളുഹറിന് മുമ്പ് തന്നെ നാം ഹജ്ജിന്റെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുക. എന്നിട്ട് മിനയിൽ താമസിച്ചുകൊണ്ട് തന്നെ ളുഹർ നമസ്കാരം ഖസറാക്കി ചുരുക്കി 2 റക്അത്തായിട്ട് ളുഹറിന്റെ സമയത്തും, അസർ നമസ്കാരം അസറിന്റെ സമയത്തും, മഗ്രിബ് നമസ്കാരം മഗ്രിബിന്റെ സമയത്തും, ഇശാ നമസ്കാരം ഇശായിന്റെ സമയത്തും നിർവഹിക്കലാണ് സുന്നത്ത്. അന്ന് രാത്രി മുഴുവനും അവിടെ കഴിഞ്ഞുകൂടണം. മിനയിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മിനയിലാണ് അന്ന് നമുക്ക് കഴിയാനുള്ളത്. അന്ന് മറ്റ് കർമ്മങ്ങളൊന്നുമില്ല. അന്ന് രാത്രി മിനയിൽ രാപാർക്കുക എന്നൊരു കർമ്മം മാത്രമേ ഉള്ളൂ. ദുൽഹജ്ജ് 9 യോമു അറഫ ദിവസമാണ്. അറഫയിൽ താമസിക്കേണ്ട ദുൽഹജ്ജ് 9-ന് പലപ്പോഴും ഖൈമകളിൽ നിന്നും അർദ്ധരാത്രി തന്നെ നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും നമ്മുടെ യാത്ര എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഖൈമയുമായി ബന്ധമുള്ള ആളുകൾ മിനയിൽ നിന്നും അറഫയിലേക്ക് നമ്മളെ നേരത്തെ തന്നെ കൊണ്ടുപോകും. രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ രാവിലെ 4 മണിക്കൊക്കെ ചിലപ്പോൾ നമ്മളെ അറഫയിലേക്ക് കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ അറഫയിൽ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം സവാല് മുതൽ അഥവാ നട്ടുച്ച മുതൽ മഗ്രിബ് വരെയുള്ള സമയത്താണ്. അതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കും കണക്കിൽപ്പെടുത്തുകയില്ല. മറിച്ച് സവാലിന് ശേഷം ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മഗ്രിബ് വരെ അവിടെ നിൽക്കൽ നിർബന്ധമാണ്. ഇനി മഗ്രിബിന് മുമ്പ് എത്താൻ സാധിച്ചിട്ടില്ല, രാത്രിയാണ് ഒരാൾ അറഫയിൽ എത്തിയെങ്കിൽ രാത്രി ഒരു അല്പനേരം നിന്നാലും മതി. അറഫയിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മം എന്താണ്? അറഫയിൽ ളുഹർ നമസ്കാരവും അസർ നമസ്കാരവും ളുഹറിന്റെ സമയത്ത് ജംഉം ഖസ്റുമായി നിർവഹിക്കണം. ശേഷം ഒരു ഖുതുബ പ്രസംഗം ഉണ്ടാകും, അത് നമ്മൾ ശ്രവിക്കണം. പിന്നീട് ദീർഘനേരം പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടണം. അസർ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദുആക്ക് ഖബൂലിയത്തുള്ള സമയമാണ്. പാറക്കെട്ടുകളിലും മലമുകളിലും ഒക്കെ കയറി ദുആ ചെയ്യാൻ നിന്നും ഇരുന്നും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുവാനും ദുആ ചെയ്യുവാനും പ്രത്യേകം സമയം കണ്ടെത്തണം. മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ മഗ്രിബ് നമസ്കാരം അവിടെ നിർവഹിക്കാതെ പെട്ടെന്നൊന്നും അറഫ വിട്ടു പോകാം. അസ്തമയം കഴിഞ്ഞ് അറഫ വിട്ടുപോയി നേരെ മുസ്ദലിഫയിൽ അന്ന് രാപാർക്കണം. അന്നത്തെ ദിവസം രാത്രി താമസിക്കേണ്ടത് മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിൽ എത്തിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 റക്അത്ത് മഗ്രിബും 2 റക്അത്ത് ഇശായും നിർവഹിക്കണം. ഇശാ ബാങ്കിന് മുമ്പ് എത്താൻ സാധിച്ചാൽ ജംഅ തഖ്ദീമായിട്ട് നിർവഹിക്കുക, അത് സുന്നത്താണ്. പലപ്പോഴും ലൈറ്റ് ആയിട്ടാണ് എത്തുക, താമസിച്ചായിരിക്കും എത്തുക. അങ്ങനെയെങ്കിൽ ജംഅ തഅഖീറായിട്ട് 3 റക്അത്ത് മഗ്രിബും 2 റക്അത്ത് ഇശായും മുസ്ദലിഫയിൽ നമസ്കരിക്കുകയും രാപാർക്കുകയും ചെയ്യുക. പലപ്പോഴും ആ സന്ദർഭത്തിലേക്ക് രാത്രി നിന്ന് നമസ്കരിക്കാനും ധാരാളം ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ പലപ്പോഴും നാം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അന്ന് നന്നായി കിടന്നുറങ്ങിയാൽ മാത്രമേ അടുത്ത ദിവസം അഥവാ യൗമുൻ നഹർ പെരുന്നാൾ ദിവസം നമുക്ക് 5 പ്രധാനപ്പെട്ട കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് ശാരീരിക ആരോഗ്യം ലഭ്യമാവുകയുള്ളൂ. അൽ മബീത്തു ബി മിന, അൽ ബബീത്തു ബി മുസ്ദലിഫ എന്നൊക്കെ പറഞ്ഞാൽ മുനയിൽ രാത്രി കഴിച്ചു കൂട്ടുക, മുസ്ദലിഫയിൽ രാത്രി കഴിഞ്ഞു കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ സാധിച്ചാൽ അത് കുറെ കൂടി നല്ലതാണ്. ശാരീരിക ക്ഷീണമുള്ള ആളുകൾ തീർച്ചയായിട്ടും കിടന്നുറങ്ങാൻ തന്നെ ശ്രമിക്കണം. ദുൽഹജ്ജ് 9-ന്റെ അമൽ ഇത്രയാണ്. ഇനി ദുൽഹജ്ജ് 10 അഥവാ യോമുൻ നഹർ പെരുന്നാൾ ദിവസം 5 കർമ്മങ്ങളാണ് നമുക്കുള്ളത്. പെരുന്നാളിന്റെ രാവിലെ മുസ്ദലിഫയിലെ പള്ളിയിൽ നമസ്കരിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമാണ്. മുസ്ദലിഫയിലുള്ള മഷ്അറുൽ ഹറം പള്ളിയിൽ സുബൈ നമസ്കരിക്കുകയും സുബൈക്ക് ശേഷം ഇഷ്റാഖ് വരെ ദിക്ർ ദുആയിൽ അവിടെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട്. മഷ്അറുൽ ഹറമിൽ നിന്നും നമ്മൾ നേരെ വിട്ടുപോയി കല്ലെറിയാൻ വേണ്ടി പോകണം. കല്ലെറിയേണ്ടത് ജംറത്തുൽ അഖബയിലാണ്, അഥവാ
നമ്മൾ മിനയിൽ നിന്നും കടന്നു പോകുമ്പോൾ ആദ്യം നമുക്ക് ജംറത്തുൽ ഊല കിട്ടും, പിന്നെ ഉസ്താ കിട്ടും, പിന്നെ ആക്കബ കിട്ടും. ആദ്യത്തെ 2 ജംറകൾ ഒഴിവാക്കി 3ാമത്തെ ജംറയിലാണ് നമ്മൾ കല്ലെറിയേണ്ടത്. കല്ലെറിയാൻ ചിലപ്പോൾ ചില ഹൈമകൾക്ക് പ്രത്യേക ടൈം ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഗവൺമെന്റ് നമുക്ക് നൽകുന്ന ആ ടൈമിന് മാത്രമേ പോകാവൂ. എല്ലാവരും കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അത് അപകട സാധ്യതയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് മുസ്ദലിഫയിൽ നിന്നും മടങ്ങി കല്ലെറിയൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കർമ്മം പൂർത്തിയായി. ഇനി നമ്മുടെ അറവുണ്ടാകും. അത് നമ്മൾ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചതുകൊണ്ട് അത് നടന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 2 കർമ്മങ്ങൾ പൂർത്തിയായി. 2 കർമ്മങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് തലമുണ്ടനം ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മുടിയുടെ ഏറ്റവും അഗ്രഭാഗത്ത് നിന്നും ഒരല്പം കളഞ്ഞാൽ മതി. പുരുഷന്മാർക്ക് തല മുഴുവൻ മുണ്ടനം ചെയ്യാതെ ക്രോപ്പ് ചെയ്തെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ 3 കർമ്മമായി. ഇനി നമുക്ക് മസ്ജിദുൽ ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജിന്റെ തവാഫ്, ഇഫാദയുടെ തവാഫ് അല്ലെങ്കിൽ സിയാറത്തിന്റെ തവാഫ് അത് നിർവഹിക്കണം. കൂട്ടത്തിൽ സഈ നിർവഹിക്കണം. ഇനി ഇഫാദയുടെ തവാഫും സഈ നിർവഹിച്ചതിന് ശേഷം മുടി വെട്ടിയാലും മതി. കർമ്മങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ തെറ്റില്ല. പക്ഷേ മുടി കളയുന്നത് ഏതെങ്കിലും 2 കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കണം. ഇഫ്രാദിന്റെ ഹജ്ജ് ചെയ്യുന്ന ആള് കല്ലെറിഞ്ഞതിന് ശേഷം അയാൾക്ക് തലമുടി കളയാൻ സാധിക്കുന്നതാണ്. തലമുടി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1ാമത്തെ തഹല്ലുൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. അതോടുകൂടി നമുക്ക് കുളിച്ച് നമ്മുടെ സാധാരണ വസ്ത്രം ധരിക്കാം. ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഒഴിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ബാക്കി നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അനുവദനീയമാകുന്നതാണ്. ദുൽഹജ്ജ് 10 ചെയ്യേണ്ട സഈയും തവാഫും ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ 11 ചെയ്യാം, 12 ചെയ്യാം. അങ്ങോട്ടേക്ക് നീക്കി വെക്കാവുന്നതാണ്. ഒരു കുഴപ്പവുമില്ല. തീരെ സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വിദായിന്റെ തവാഫും ഇഫാദയുടെ തവാഫും ഒന്നായിട്ടും ചെയ്യൽ അനുവദനീയമാണ്. ഇനി നമുക്ക് 11ന്റെ കർമ്മങ്ങൾ. ദുൽഹജ്ജ് 11 ചെയ്യാനുള്ളത് മിനയിൽ താമസിച്ചുകൊണ്ട് ളുഹറും അസറും മഗ്രിബും ഇശായും അതാത് വക്തിൽ തന്നെ ഖസറാക്കിക്കൊണ്ട് നമസ്കരിക്കലാണ്. അതോടൊപ്പം തന്നെ സവാലിന് ശേഷം അഥവാ മധ്യാഹ്നത്തിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം കല്ലെറിയാൻ വേണ്ടി പോകണം. കല്ലെറിയേണ്ടത് മിനയിൽ ജംറയിൽ കല്ലെറിയേണ്ടത് 3ലും കല്ലെറിയണം. ഓരോ ജംറയിലും 7 വീതം കല്ലാണ് എറിയേണ്ടത്. 21 കല്ല് നമ്മൾ കരുതുകയും ആദ്യം ജംറത്തുൽ ഊലയിൽ നമ്മൾ എത്തുകയും ജംറത്തുൽ ഊലയുടെ നേരെ നിൽക്കുക. നമ്മുടെ വലതുഭാഗം മിനയാകും, ഇടതുഭാഗം കാബയാകും. നേരെ നിന്നുകൊണ്ട് പതിയെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കല്ല് ആ സ്തൂപത്തിന് ചുറ്റുമുള്ള കെട്ടിനകത്ത് ഇടുക. ഇട്ടാൽ തന്നെ നേരെ സ്തൂപത്തിൽ കൊണ്ടതായി തീരും. ആഞ്ഞു വലിച്ച് എറിയണമെന്നില്ല. ഒരു കടലമലയോളം വലിപ്പമുള്ള കല്ല് മാത്രം മതിയാകുന്നതാണ്. ഇങ്ങനെ ജംറത്തുൽ ഊലയിൽ എറിഞ്ഞതിന് ശേഷം വലതുഭാഗത്തേക്ക് മാറി എന്ന് ഖിബലയുടെ ഭാഗത്ത് 2 കൈകളും ഉയർത്തി ദുആ ചെയ്യുക. ദീർഘനേരം ദുആ ചെയ്യണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറയോളം ഓതുന്ന അത്രയും ദീർഘമായി ദുആ ചെയ്തിരുന്നു. 2ാമത്തെ ജംറത്തുൽ വുസ്തയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്രകാരം തന്നെ മിനയെ വലതുഭാഗത്താക്കിക്കൊണ്ട് കാബയെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് സ്തൂപത്തിന് നേരെ നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് 7 വീതം കല്ലെറിയണം. ആ സ്തൂപത്തിന്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ എറിഞ്ഞ് ഇടതുഭാഗത്തേക്ക് മാറിയെന്ന് ഖിബലയുടെ ഭാഗത്ത് തിരിഞ്ഞുകൊണ്ട് 2 കൈകളും ഉയർത്തി ദുആ ചെയ്യുക. ശേഷം ജംറത്തുൽ അഖബയിൽ കല്ലെറിയണം. ഇതേപോലെ തന്നെ വലതുഭാഗത്ത് മിന, ഇടതുഭാഗത്ത് കാബ വരും. സ്തൂപത്തിന് നേരെ നിന്നുകൊണ്ട് നമ്മൾ 7 കല്ലുകൾ എറിയണം. ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിന് ശേഷം പിന്നെ ദുആ ചെയ്യണമെന്നില്ല. അവിടെ നിന്ന് തിരിഞ്ഞ് പോവുകയാണ് വേണ്ടത്. ഇങ്ങനെ 3 ദിവസവും ദുൽഹജ്ജ് 11നും ദുൽഹജ്ജ് 12നും ദുൽഹജ്ജ് 13നും ദുൽഹജ്ജ് 12ന് എറിഞ്ഞിട്ട് മിന വിടാൻ നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മഗ്രിബിന് മുമ്പായിട്ട് മിന വിട്ടു പോകണം. ദുൽഹജ്ജ് 13നും കൂടി എറിയുന്ന ആളുകൾക്ക് 13നും കൂടി നിന്ന് ഇതേ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ആർക്കെങ്കിലും ശാരീരികമായ പ്രയാസമുണ്ട് എങ്കിൽ അയാളുടെ കല്ലെറിയൽ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. അയാളുടെ കല്ലെറിയൽ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ആരുടെയെങ്കിലും കല്ലെറിയൽ ഒരാൾ ഏറ്റെടുക്കുന്നെങ്കിൽ ആദ്യം അവന്റെ കല്ലെറിഞ്ഞതിന് ശേഷമായിരിക്കണം പിന്നെ മറ്റയാളുടെ കല്ലെറിയണം. ജംറത്തുൽ ഊലയിൽ എറിയുമ്പോൾ ആദ്യം സ്വന്തം കല്ല് 7 എറിയുക. എന്നിട്ട് ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ വക്കാലത്തിന്റെ കല്ല് പിന്നീട് എറിയുക. ഇങ്ങനെയാണ്. പിന്നെ 2ാമത്തേതിനകത്ത് ശ്രദ്ധിക്കണം, എറിയുന്ന ഒരാളുടെ എഴുതി കഴിഞ്ഞ് 2ാമത് തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാൻ പോലീസ് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഓരോ ജംറയിലും എറിയുമ്പോൾ സ്വന്തമുള്ളത് ആദ്യം എറിയുക. കൂട്ടത്തിൽ ആരുടെയെങ്കിലും വക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അന്നേരം തന്നെ എറിയുക. ഇനി ഒരാൾക്ക് ഇന്ന് എറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്നത്തെ കല്ല് അയാൾക്ക് നാളെ എറിയാം. എറിയൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സവാല് മുതൽ മഗ്രിബ് വരെയാണ്. പക്ഷേ രാത്രിയും എറിയാം, പിറ്റേന്ന് രാവിലെ വരെ എറിയാം, പിറ്റത്തെ ദിവസം ളുഹറിന് മുമ്പ് വരെ എറിയാം, ഇന്നത്തത് പിറ്റത്തെ ദിവസം ളുഹറിന് ശേഷം വരെ എറിയാം എന്നിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്.
മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ ഇത്തരം വിഷയത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഇഫ്അൽ വലാ ഹർജ്, ഇഫ്അൽ വലാ ഹർജ്, നീ പ്രവർത്തിച്ചോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സാധിക്കുന്നത് ചെയ്യുക. പലപ്പോഴും ഓരോ ഏരിയകളിൽ നിന്നും വരുന്ന ആളുകൾക്ക് പ്രത്യേക സമയമുണ്ടാകും. ചില ആളുകൾക്ക് ളുഹറിന് ശേഷം അനുമതി കിട്ടും, ചില ആളുകൾക്ക് മഗ്‌രിബിന് ശേഷമായിരിക്കും. അപ്പോൾ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുവാൻ ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അയ്യാമു തശ്രീക്കിൽ മിനയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യാമു തശ്രീക്ക് അയ്യാമു അക്ലിം വശുർബിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കരുത്, മറിച്ച് കഴിക്കുവാനും കുടിക്കുവാനുമുള്ള സമയമാണ്. അറവ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തിന്റെ മാംസം പാചകം ചെയ്ത് കഴിക്കുവാൻ അനുമതിയുള്ള ദിവസമാണ്. നോമ്പനുഷ്ഠിക്കാൻ പാടില്ല, നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങളാണ് ഈ അയ്യാമു തശ്രീക്കിന്റെ ദിവസങ്ങൾ. അയ്യാമു തശ്രീക്കിന്റെ ഈ 3 ദിവസവും കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏകദേശം പൂർത്തിയായി. ഇനി ഒരു കർമ്മം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, അത് വിദാഇന്റെ തവാഫാണ്. എപ്പോഴാണോ നമ്മൾ മക്ക വിടുന്നത്, ആ മക്ക വിടുന്ന സന്ദർഭത്തിലാണ് വിദാഇന്റെ തവാഫ് നിർവഹിക്കേണ്ടത്. 13ാമത്തെ ദിവസം കല്ലെറിഞ്ഞ് നമ്മൾ തിരിച്ചു മടങ്ങുന്നുവെങ്കിൽ തവാഫ് വിദായ് ചെയ്തുകൊണ്ട് മടങ്ങുക. അല്ല ഒരു 10-15 ദിവസം കൂടി നിന്നിട്ടാണ് എങ്കിൽ തവാഫുൽ വിദാ അന്നേരം ചെയ്താൽ മതിയാകുന്നതാണ്. ഇതാണ് ഹജ്ജ് കർമ്മത്തിലെ ഓരോ ദിവസങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഹജ്ജ് കർമ്മം കൃത്യമായി നിർവഹിക്കുവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത ഒരാളായി തീരുവാനും റബ്ബ് നമുക്കും ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.